ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്വിയിങ് മെഷീനെ കുറിച്ചിട്ടാണ്. ഫാഷൻ ഡിസൈനിങ്ങും സ്റ്റിച്ചിങ് ഒക്കെ പ്രൊഫഷണലായിട്ട് കൊണ്ടുപോകുന്ന ഒരാൾക്ക് അത്യാവശ്യമായിട്ടും വേണ്ട ഒരു സാധനമാണ് സ്വിയിങ് മെഷീൻ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ജപ്പാൻ്റെ ജുക്കി DDL 8100E എന്ന് പറയുന്ന ഒരു മെഷീനാണ്. ഇത് 2 ടൈപ്പ് ഉണ്ട്, UBT എന്നും പറയും, SNLSും പറയും. അപ്പോൾ 2 ടൈപ്പ് മെഷീനുണ്ട്. ഈ മെഷീൻ സിംഗിൾ നീഡിൽ ലോക്ക് സ്റ്റിച്ചാണ്, അതായത് SNLS മെഷീനാണ്. പിന്നെയുള്ളത് UBT എന്ന് പറഞ്ഞാൽ അണ്ടർ ബെഡ് ട്രിമ്മർ, അതായത് ത്രെഡ് ഓട്ടോമാറ്റിക്കലി കട്ടാവുന്ന ഒരു മെഷീനാണ് UBT. അത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് SNLS മെഷീനാണ്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സ്വിയിങ് മെഷീനിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഡൊമസ്റ്റിക് സ്വിയിങ് മെഷീനും ഉണ്ട്, ഇൻഡസ്ട്രിയൽ സ്വിയിങ് മെഷീനും ഉണ്ട്. ഡൊമസ്റ്റിക് സ്വിയിങ് മെഷീൻ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ വീട്ടിലൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന മെഷീനാണ്. ഇൻഡസ്ട്രിയൽ മെഷീനാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇത് പവർ മെഷീനാണ്. ഫസ്റ്റ് നമ്മൾ പവർ കൊടുക്കാം, അതിനുശേഷം ഒരു സ്വിച്ച് ഉണ്ടോ അത് ഓൺ ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. മിനിമം 2000-ലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് വീണ്ടും കൂട്ടി കൊടുക്കാം, കുറച്ച് കൊടുക്കാം, അങ്ങനെ എത്ര വേണമെങ്കിലും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡായിരിക്കും, ഹൈ പ്രൊഡക്ഷൻ ആയിരിക്കും, ഹൈ ക്വാളിറ്റി ആയിരിക്കും. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒട്ടും മടുക്കാതെ സ്പീഡായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ഈ മെഷീനിൽ. ഇനി നമുക്ക് ഡൊമസ്റ്റിക് സ്വിയിങ് മെഷീൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന സാധാരണ മെഷീൻ. ഇത് ലോ സ്പീഡായിരിക്കും, ലോ പ്രൊഡക്ഷൻ ആയിരിക്കും. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വീട്ടിൽ തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ പ്രൈസ് നോക്കാം. ഹൈ ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മെഷീനാണ്. ഞാനിത് 2022-ലാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 30,000 ആയിരുന്നു. ഇപ്പോൾ ഇത് 32 ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാളും റേറ്റ് കുറഞ്ഞിട്ടുള്ള ജാക്ക്, ബ്രദർ അങ്ങനെയുള്ള മെഷീൻസും ഉണ്ട്. അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് 20 to 25 റേഞ്ചിലൊക്കെ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ത്രെഡ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ത്രെഡ് പോസ്റ്റിൽ ത്രെഡ് ഇടുക, അതിനുശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്